Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അടുക്കളയിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നമ്മൾ അടുക്കളയിൽ പലതരത്തിലുള്ള പാത്രങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളിലൊക്കെ പല രീതിയിലുള്ള അഴുക്കുകളും ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. നമ്മൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ പാത്രങ്ങളിൽ നല്ലപോലെ കരി പിടിക്കാറുണ്ട്. ഇങ്ങനെ കരി പിടിച്ചു കഴിഞ്ഞാൽ അത് കഴുകിയെടുക്കാനായിട്ടും വളരെയധികം പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അടുപ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന ചാരമാണ്. ഈ ചാരത്തിൽ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ പുറം ഭാഗത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ പാത്രം ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ കരിയൊക്കെ പോയി കിട്ടും. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇല കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്നിങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിലെ കരിയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോവും. നമ്മൾ വെറുതെ ഉരച്ച് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് പറയുന്നത് ഇതേപോലെയുള്ള കോപ്പർ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ കോപ്പറിൻ്റെ പാത്രങ്ങളോ ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ്. ഇതിനായിട്ട് നമുക്ക് ഉപ്പും നാരങ്ങയും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഉണങ്ങിയിട്ട് കേടായിട്ടുള്ള നാരങ്ങയാണ് എടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ നാരങ്ങ മുറിച്ചെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഈ കോപ്പർ കോട്ടിംഗ് ഉള്ള ഭാഗത്ത് നല്ല പോലെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈ ഭാഗം ഇങ്ങനെ ക്ലീനായി വരും. ഇപ്പോൾ ഇത് നല്ലോണം ഉരച്ചിട്ട് ഞാനൊന്ന് കഴുകിയെടുത്തതാണ്. അതിനുശേഷം ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരച്ചിട്ട് ഇതിലെ കരിയൊക്കെ കളയാം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഉരച്ച് കഴിഞ്ഞിട്ട് കഴുകിയെടുത്തതാണ്. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഫ്ലാസ്കുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപ്പും വിനാഗിരിയും ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ആയാലും അതുപോലെ തന്നെ പൊട്ടുന്ന ഫ്ലാസ്ക് ആയാലും നമുക്ക് ഒരേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഫ്ലാസ്കിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫ്ലാസ്ക് അടച്ചിട്ട് നല്ല പോലെ ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കാം. ഇനി നമ്മൾ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. കുറേ നാൾ കൂടി ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു 4-5 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാം. വീണ്ടും നമ്മൾ കഴുകുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഫ്ലാസ്ക് എപ്പോഴും കഴുകാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാസ്ക് നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ കട്ടിംഗ് ബോർഡുകൾ, അതായത് മരത്തിൻ്റെ കട്ടിംഗ് ബോർഡും അതുപോലെ തന്നെ ചപ്പാത്തിയോ പത്തിരിയൊക്കെ പരത്തുന്ന മരത്തിൻ്റെ പലകകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഉപ്പും വിനാഗിരിയും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കട്ടിംഗ് ബോർഡും ചപ്പാത്തി പലയൊക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ലതായിരിക്കും. ഇതിലുള്ള അഴുക്കൊക്കെ പോയി നല്ല പോലെ വൃത്തിയായി കിട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ ഇതുപോലെ നൂൽപുട്ടുണ്ടാക്കുന്ന അച്ചൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിക്കാറുണ്ട്. നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് തുടയ്ക്കാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല പാത്രങ്ങളിലും ഇതുപോലെ തുരുമ്പ് വെക്കാറുണ്ട്. ഇങ്ങനെ തുരുമ്പ് പിടിച്ച സ്റ്റീൽ പാത്രങ്ങളിൽ തുരുമ്പ് പോകാനായിട്ട് നമുക്ക് ഉപ്പും വിനാഗിരിയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തുരുമ്പുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തുരുമ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇങ്ങനെ നമ്മൾ ഉപ്പും വിനാഗിരിയും തേച്ച് കൊടുത്ത് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള തുരുമ്പൊക്കെ പോവും. എന്നിട്ട് ഇത് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. നമുക്ക് ഓട്ടുപാത്രങ്ങളും അതുപോലെ തന്നെ കോപ്പർ കോട്ടിങ്ങുള്ള പാത്രങ്ങളും നിലവിളക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ഉപ്പും വിനാഗിരിയും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഉപ്പെടുത്തിട്ട് അതിൽ വിനാഗിരി കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആ പേസ്റ്റ് നല്ല പോലെ തേച്ച് കൊടുക്കുക. നല്ലോണം അഴുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ തിളങ്ങി കിട്ടും.
അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പാത്രങ്ങളുടെയൊക്കെ പിടികളിൽ എപ്പോഴും നല്ല പോലെ തന്നെ അഴുക്ക് പിടിക്കാറുണ്ട്. സ്റ്റീലിൻ്റെ ആയാലും അലുമിനിയത്തിൻ്റെ ആയാലും ഒക്കെ പാത്രങ്ങളുടെ പിടിയിൽ എപ്പോഴും നല്ല അഴുക്ക് പിടിക്കാറുണ്ട്. ഇത് പെട്ടെന്നൊന്നും കഴുകുമ്പോൾ പോവാറില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതേപോലെ തന്നെ ലിക്വിഡ് ഡിഷ് വാഷുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ അഴുക്കുള്ള ഭാഗത്ത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. നല്ല പോലെ അഴുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം കഴുകിയെടുക്കാം. കുറച്ച് അഴുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാലും പോയി കിട്ടും. ഇപ്പം ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്ത 2 പാത്രങ്ങളാണിത്. നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് മൺചട്ടി എങ്ങനെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം എന്നുള്ളതാണ്. മൺചട്ടി നമ്മൾ ഒരിക്കലും ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കരുത്. ആദ്യം നമുക്ക് മൺചട്ടിയിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി അതിൽ എണ്ണമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. എണ്ണമയം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കരുത്. അതിനുശേഷം ഇതിലുള്ള മീനിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ചിക്കനാണ് വെച്ചതെങ്കിൽ ചിക്കൻ്റെ സ്മെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനായിട്ട് നാരങ്ങ കൊണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ചട്ടി കഴുകിയെടുക്കാം. എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ ഡിഷ് സോപ്പൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയോ ഒക്കെ പാത്രങ്ങളിൽ പിടിച്ചിട്ടുള്ള ഈ കരി പെട്ടെന്ന് പോകാനുള്ള ഒരു കാര്യമാണ്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് നല്ല പോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഈ മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് പാത്രവും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ കരിയുള്ള ഭാഗത്തേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചതിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. കൂടുതൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉരയ്ക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളിൽ പിടിച്ചിട്ടുള്ള കരിയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോയി കിട്ടും. അടുത്തതായിട്ട് പറയുന്നത് ഫൈബർ പ്ലേറ്റുകളുടെ അകത്തും അതുപോലെ തന്നെ പുറം ഭാഗത്തും പിടിച്ചിട്ടുള്ള കറ പോകാനുള്ള ഒരു വഴിയാണ്. നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ കറ പിടിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയും ലിക്വിഡ് ഡിഷ് വാഷും അതുപോലെ തന്നെ വിനാഗിരിയും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ്. ഈ മിക്സ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഭാഗത്ത് നല്ല പോലെ പുരട്ടി കൊടുക്കാം. ഉള്ളിലും പുറത്തും ഒക്കെ നമുക്ക് ഈ മിക്സ് നല്ല പോലെ പുരട്ടി കൊടുക്കാം. നല്ല പോലെ അഴുക്കുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഉരച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ പുതിയതുപോലെ തന്നെ ആയി കിട്ടും. കറയൊക്കെ നല്ലോണം പോയി നല്ലോണം വൃത്തിയായി കിട്ടും. അടുത്തതായിട്ട് പറയുന്നത് സ്റ്റീൽ പാത്രങ്ങളിൽ പിടിച്ചിട്ടുള്ള തുരുമ്പ് പോകാനുള്ള ഒരു വഴിയാണ്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും നാരങ്ങ നീരും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ല പോലെ ഉരച്ച് കൊടുക്കാം. ഏത് സ്റ്റീൽ പാത്രങ്ങളിലുള്ള തുരുമ്പ് പോകാനായിട്ട് ഇത് സഹായിക്കും. സ്റ്റീൽ പാത്രങ്ങളുടെ ബാക്ക് സൈഡിലൊക്കെ പിടിച്ചിട്ടുള്ള ഈ മഞ്ഞക്കറ പോകാനുള്ള ഒരു വഴിയാണ് പറയുന്നത്. ഇതിനായിട്ട് ഞാൻ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. അതിനുശേഷം ഈ നാരങ്ങ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. ഒരുപാട് മഞ്ഞ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് കൂടെ ഒന്ന് ഉരച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളിലെയും അതേപോലെ തന്നെ അലുമിനിയം പാത്രങ്ങളിലെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെയും ഒക്കെ മഞ്ഞക്കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടും.